ഒരു കാലത്ത് വൻ ഭീകരാക്രമണങ്ങളിലൂടെ കശ്മീരിലെ ജനങ്ങൾക്കും ഭാരതത്തിനും തലവേദന സൃഷ്ടിച്ചിരുന്ന ഭീകരർക്കും ഭീകര നേതാക്കൾക്കും ഇപ്പോൾ കണ്ടകശനിയാണ്. കാരണം ഈ കൊടും പാതകികൾ ഓരോരുത്തരായി അജ്ഞാതരുടെ വെടിയേറ്റ് കൊല്ലപ്പെടുകയാണ്. ഒരിക്കൽ സാധുക്കളുടെ, നിരപരാധികളുടെ ജീവനെടുത്തവർ ഇന്ന് ജീവൻ നഷ്ടപ്പെടുമെന്ന ഭയത്താൽ ഉറങ്ങാൻ പോലും മടിക്കുകയാണ്. ഭീകര സംഘടനയായ അൽ ബദാറിന്റെ കമാൻഡറും നിരവധി ഭീകരാക്രമണ കേസുകളിൽ പ്രതിയുമായ ബഷീർ അഹമ്മദ് പീറിന്റെ കൊലപാതകത്തോടെ ആയിരുന്നു ഈ അജ്ഞാതന്റെ രംഗപ്രവേശനം. ഇതിനുശേഷം ഉത്സവപ്പറമ്പിൽ തിരികൊളുത്തിയ കതിന പോലെ പലയിടങ്ങളിൽ പോയിന്റ് ബ്ലാങ്കുകളിൽ ഭീകരർ ചിന്നിച്ചിതറി. ഭീകരരുടെയും പാക് സൈന്യത്തിന്റെ രഹസ്യമായ രക്ഷാകവചത്തെയും മറികടന്നാണ് ഈ കൊലപാതകങ്ങൾ എന്ന് കൂടി ചിന്തിക്കണം. ഇവരിൽ പലരും ഭാരതം കൊടും ഭീകരന്മാരായി പ്രഖ്യാപിച്ചിരുന്നവർ കൂടിയാണ്. കൊലകൾ പലത് നടന്നിട്ടും പാക് രഹസ്യാന്വേഷണ ഏജൻസികളും ഭീകരരും തലകുത്തി നിന്നിട്ടും അജ്ഞാതനെയോ അല്ലെങ്കിൽ അജ്ഞാതരെയോ ആരെന്ന് കണ്ടെത്തുവാൻ കഴിഞ്ഞിട്ടില്ല. ഉന്നം തെറ്റാതെ വെടിവെക്കുന്നതിനാൽ ആയുധം കൈകാര്യം ചെയ്യുവാൻ കൃത്യമായ പരിശീലനം ലഭിച്ച ആളുകളാണ് ഈ അജ്ഞാതർ എന്ന കാര്യം മാത്രമാണ് പുറം ലോകത്തിന് ആകെ മനസ്സിലായിട്ടുള്ളത്. ആദ്യ ആക്രമണത്തിന് പിന്നാലെ തന്നെ ഭീകരർ അജ്ഞാതനെ കണ്ടെത്തുവാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചിരുന്നു. എന്നാൽ ഇതിന് കഴിഞ്ഞില്ലെന്ന് മാത്രമല്ല, ഇതിനിടെ അടുത്ത ആക്രമണങ്ങൾ ഉണ്ടാകുകയും ചെയ്തു. വിവിധ രാജ്യങ്ങളിലെ സുരക്ഷാ സേന പോലും ഭയക്കുന്ന കമാൻഡർമാരുടെ തന്നെ എണ്ണം കുറയുന്നത് ഭീകരരിൽ ആശങ്ക ഉണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പോഴിതാ ഭീകര സംഘടനയായ ലഷ്കർ ഇ തോയ്ബയുടെ പ്രധാന ഫണ്ട് റൈസറായ ഖാരി ഷെഹ്സാദ പാകിസ്ഥാനിൽ അജ്ഞാതരുടെ വെടിയേറ്റ് മരിച്ചു എന്ന വാർത്ത കൂടി വന്നിരിക്കുകയാണ്. കറാച്ചിയിലെ ഖൈറാബാദിലെ പള്ളിയിൽ പ്രാർത്ഥനയ്ക്ക് പോകുന്നതിനിടെയാണ് വെടിവെപ്പുണ്ടായതെന്ന് പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ലഷ്കർ സ്ഥാപകനും മുംബൈ ഭീകരാക്രമണത്തിന്റെ സൂത്രധാരനുമായ ഹഫീസ് സയ്യിദിന്റെ അടുത്ത ബന്ധുവാണ് ഇയാൾ. തീവ്ര ഇസ്ലാമിക സംഘടനയായ ജാമിയത്ത് ഉലമ ഇസ്ലാമിന്റെ നേതാവ് കൂടിയാണ് ഖാരി ഷെഹ്സാദ. ദിവസങ്ങൾക്ക് മുൻപാണ് സംഘടനയുടെ തലവൻ മുഫ്തി അബ്ദുൽ ഖാബി കൊല്ലപ്പെട്ടത്. കഴിഞ്ഞ ഒരു മാസത്തിനിടെ ജാമിയത്ത് ഉലമയുടെ 5 നേതാക്കളാണ് ഇതേ രീതിയിൽ പ്രാർത്ഥനയ്ക്ക് പോകുന്നതിനിടെ കൊല്ലപ്പെടുന്നത്. ഒരാഴ്ച മുൻപാണ് ലഷ്കർ ഭീകരനും ഹഫീസ് സയ്യിദിന്റെ അനന്തരവനുമായ അബു ഖത്താനെ അജ്ഞാതൻ വെടിവെച്ച് കൊന്നത്. ഈ സാഹചര്യത്തിൽ ഭീകര നേതാക്കളെല്ലാം അതീവ ജാഗ്രതയാണ്. വരും ദിവസങ്ങളിലും അജ്ഞാതന്റെ ആക്രമണം ഇവർ പ്രതീക്ഷിക്കുന്നുണ്ട്. അതിനാൽ വലിയ സുരക്ഷയാണ് ഭീകര കമാൻഡർമാർക്ക് ഒരുക്കിയിരിക്കുന്നത്. പലരും ഒളിവിൽ പോയെന്നും പറയപ്പെടുന്നു. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്. ബ്രാൻഡിംഗ് പാർട്ണർ എഡ്യൂബിക്സ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ. ഫോക്കസ് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം. ഉന്നത് എഞ്ചിനീയറിംഗ് ഗുജറാത്ത്. തീർത്ഥയാത്ര.com. അയൺ ബിൽഡ് ഗുജറാത്ത്. PRS ഹോസ്പിറ്റൽ കിള്ളിപ്പാലം തിരുവനന്തപുരം. 5 തലമുറകളായി നിങ്ങൾക്കൊപ്പം. തുമ്പമൺ ശ്രീ വടക്കുംനാഥൻ ക്ഷേത്രം അമ്പലക്കടവ് പത്തനംതിട്ട. ശ്രീമദ് സ്കന്ദപുരാണ മഹാസത്രം 2025 മെയ് 11 മുതൽ 18 വരെ. ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം, സ്കന്ദപുരാണ പാരായണം, മഹത് പ്രഭാഷണങ്ങൾ, പൂജഹോമാദികൾ, കലാസാംസ്കാരിക പരിപാടികൾ. സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു. മഹാസത്രവേദിയിൽ മെയ് 18 പഴനി അരുൾമിക ദണ്ഡായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ ശ്രീസെൽവ സുബ്രഹ്മണ്യ ശിവശാരിയാരുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ദഹോമം. സ്കന്ദമഹാപുരാണ സത്രത്തിന്റെ ആദിമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്വമയി നെറ്റ്വർക്കിൽ.